ഇന്ത്യൻ ഓഹരി വിപണി തകരണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ബി.ജെ.പി. നേതാവ് രവിശങ്കർ പ്രസാദ്. സെബി ചെയർപേഴ്സൺ മാധവി പുരി പുച്ചിനെതിരായ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് ഉയർത്തിയ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബി.ജെ.പിയുടെ മറുപടി. സാമ്പത്തിക അരാജകത്വവും ഇന്ത്യക്കെതിരായ വിദ്വേഷവും സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായ വിപണിയാണ് ഇന്ത്യയിലേതെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. മൂന്നാം തവണയും തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയത്തിനു ശേഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരമാക്കുവാനാണ് കോൺഗ്രസും അവരുടെ ടൂൾ കിറ്റ് സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവരികയും ഞായറാഴ്ച കോൺഗ്രസ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത് ഓഹരി വിപണിയിൽ തിരിച്ചടിയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും രവിശങ്കർ പ്രസാദ് ആരോപിച്ചു. ഇന്ത്യൻ ഓഹരി വിപണി ഇന്നും ചാഞ്ചാട്ടമില്ലാതെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ചെറുകിട നിക്ഷേപകരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. അവർ ഈ ടൂൾ കിറ്റിലും ഹിൻഡൻബർഗ് റിപ്പോർട്ടിലും വിശ്വസിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അദാനി ഗ്രൂപ്പ് കമ്പനികളിൽ വിദേശത്ത് നിന്ന് വൻതോതിലുള്ള നിക്ഷേപത്തിന് ഉപയോഗിച്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ മാധവി പുരി പുച്ചിനും ഭർത്താവ് ധവാൽ പുച്ചിനും നിക്ഷേപമുണ്ടായിരുന്നുവെന്നാണ് ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർക്ക് നിക്ഷേപമുണ്ടായിരുന്നതിന്റെ തെളിവായി രേഖകളും ഇവർ പുറത്തുവിട്ടു. ബർമുഡയിലും മൗറീഷ്യസിലും പ്രവർത്തിക്കുന്ന ഫണ്ട് കമ്പനികളിലാണ് ബുച്ചിനും ഭർത്താവിനും ഓഹരികളുള്ളതായി വ്യക്തമാക്കിയത്. ഈ ഫണ്ടുകളിലൂടെയാണ് ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഗ്രൂപ്പ് കമ്പനികളിലേക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഹിൻഡൻബർഗ് റിസർച്ച് പറയുന്നു. റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മാധവി പുരി പുച്ചിനും അദാനിക്കും മോദിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. മോദി എന്തുകൊണ്ടാണ് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കഠിനാധ്വാനത്തിലൂടെ സത്യസന്ധമായി സമ്പാദിച്ച പണമാണ് ആളുകൾ നിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ അപകട സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എന്റെ കടമയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു.